നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 മുതൽ അങ്ങോട്ടുള്ള ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൂട്ടലുകളും പ്രഡിക്ഷനും മറ്റു കാര്യങ്ങളിലും ഒക്കെയാണ് ഇപ്പോൾ ഫുട്ബോൾ പ്രേമികൾ ഉള്ളത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. റൗണ്ട് ഓഫ് 16 മുതൽ അങ്ങോട്ടേക്കുള്ള മത്സരങ്ങളുടെ ഒരു ഫലം എന്തായിരിക്കും, പ്രഡിക്ഷൻ. CBS സ്പോർട്സിൻ്റെ പ്രഡിക്ഷനാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. പ്രമുഖ സ്പോർട്സ് മാധ്യമമാണല്ലോ CBS സ്പോർട്സ്. ഇതിൽ പ്രഡിക്റ്റ് ചെയ്ത് ആര് ഇത്തവണ കിരീടം ചൂടുമെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഘട്ടത്തിലും ആരൊക്കെ മുന്നോട്ട് പോകും എന്ന് അവർ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണ്. റൗണ്ട് ഓഫ് 16 ടൈം പാരീസ് സെന്റ് ജർമ്മൻ വേഴ്സസ് ലിവർപൂൾ പോരാട്ടം ആര് ജയിക്കും എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അതിൽ അവരുടെ ഒരു പ്രഡിക്ഷൻ ലിവർപൂൾ മുന്നോട്ട് പോകും എന്നാണ്. അതായത് നിലവിൽ മിന്നും ഫോമിലുള്ള PSG-ക്ക് ലിവർപൂളിനെ മറികടക്കാൻ പറ്റില്ല എന്നാണ് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ലിവർപൂളും നമുക്കറിയാം ആ ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിൽ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ്. അതുകൊണ്ട് തന്നെ ലിവർപൂള് പാരീസ് സെന്റ് ജർമ്മനെ മറികടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമെന്ന് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നു. ക്ലബ് ബ്രൂഗെ വേഴ്സസ് ആസ്റ്റൺ വില്ല പോരാട്ടത്തിൽ ആസ്റ്റൺ വില്ല വിജയിക്കുമെന്നാണ് അവരുടെ പ്രഡിക്ഷൻ വരുന്നത്. അടുത്ത മത്സരം റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഡെർബി. ആര് ജയിക്കും? യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ രാജാക്കന്മാരായ റയൽ മാഡ്രിഡ് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ പ്രഡിക്ഷൻ. പിന്നെ PSV വേഴ്സസ് ആഴ്സണൽ പോരാട്ടം. ഡച്ച് ടീമിനെ ആഴ്സണൽ അനായാസം മറികടക്കുമെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. ദെൻ ഫെനൂർദ് വേഴ്സസ് ഇന്റർ മിലാൻ പോരാട്ടം. മറ്റൊരു ഡച്ച് ടീമായിട്ടുള്ള ഫെനൂർദിനെ ഇന്റർ മിലാൻ മറികടക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ബയേൺ മ്യൂണിക് വേഴ്സസ് ബയർ ലെവർക്യൂസൻ പോരാട്ടം. അതൊരു കിടലൻ പോരാട്ടമായിരിക്കും. ആര് മുന്നോട്ട് എന്ന ചോദ്യമുണ്ട്. പക്ഷെ ബയർ ലെവർക്യൂസൻ മുന്നോട്ട് പോകുമെന്നാണ് CBS സ്പോർട്സിന്റെ പ്രഡിക്ഷൻ. ബൊറൂസിയ ഡോർട്ട്മണ്ട് വേഴ്സസ് ലില്ലി OSC പോരാട്ടത്തിലെ മുന്നോട്ട് കയറുക ലില്ലി OSC ആയിരിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ FC ബാഴ്സലോണ വേഴ്സസ് ബെൻഫിക്ക പോരാട്ടത്തിൽ ബാഴ്സ വിജയിക്കും എന്നും അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ എങ്ങനെയാണ്? ഇതാ ലിവർപൂൾ വേഴ്സസ് ആസ്റ്റൺ വില്ല ആയിരിക്കും ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം. റയൽ മാഡ്രിഡ് വേഴ്സസ് ആഴ്സണൽ ആയിരിക്കും മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരം. FC ബാഴ്സലോണ വേഴ്സസ് ലില്ലി OSC പോരാട്ടമായിരിക്കും മറ്റൊരു ക്വാർട്ടർ ഫൈനൽ മത്സരം. ഇന്റർ മിലാൻ വേഴ്സസ് ബയർ ലെവർക്യൂസൻ ആയിരിക്കും മറ്റൊരു ക്വാർട്ടർ ഫൈനൽ. അപ്പോൾ സെമി ഫൈനൽ മത്സരങ്ങളിലേക്ക് ആരൊക്കെ എത്തും നോക്കുക. ലിവർപൂൾ വേഴ്സസ് ആസ്റ്റൺ വില്ല പോരാട്ടം ലിവർപൂൾ വിജയിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ റയൽ മാഡ്രിഡ് വേഴ്സസ് ആഴ്സണൽ ക്വാർട്ടർ ഫൈനൽ മത്സരം റയൽ മാഡ്രിഡ് വിജയിക്കുമെന്നാണ് അവരുടെ പ്രിഡിക്ഷൻ. ബാഴ്സലോണ വേഴ്സസ് ലില്ലി OSC ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ FC ബാഴ്സലോണ വിജയിക്കുമെന്ന് അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നു. ഇന്റർ മിലാൻ വേഴ്സസ് ബയർ ലെവർക്യൂസൻ പോരാട്ടത്തിൽ ബയർ ലെവർക്യൂസൻ മുന്നോട്ട് കയറുമെന്നാണ് അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ സെമി ഫൈനൽ എങ്ങനെയാവും? ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡും ബാഴ്സലോണ വേഴ്സസ് ബയർ ലെവർക്യൂസനും. ഇതിൽ ആര് വിജയിക്കും? ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡോ? അത് പഴയ പല പോരാട്ടങ്ങളുടെയും ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു തീപ്പൊരി കളിയായിരിക്കും അങ്ങനെ സംഭവിച്ചാൽ. ഏതായാലും ലിവർപൂൾ വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം, ആ കളിയിൽ മുന്നോട്ട് കയറുക റയൽ മാഡ്രിഡ് ആയിരിക്കുമെന്ന് അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നു. ബാഴ്സലോണ വേഴ്സസ് ബയർ ലെവർക്യൂസൻ പോരാട്ടം, ആ കളിയിൽ ബയർ ലെവർക്യൂസൻ മുന്നോട്ട് വരും എന്നും അവർ പ്രിഡിക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഫൈനലിസ്റ്റുകളായിട്ട് റയൽ മാഡ്രിഡ് വേഴ്സസ് ബയർ ലെവർക്യൂസൻ പോരാട്ടമായിരിക്കുമെന്നും ഫൈനലിൽ റയൽ മാഡ്രിഡ് കിരീടം ചൂടുമെന്നുമാണ് CBS സ്പോർട്സിന്റെ പ്രഡിക്ഷൻ. ഇതൊക്കെ ഇങ്ങനെ നടക്കുമെന്നൊന്നും ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. 90 മിനിറ്റ് കളിക്കളത്തിൽ എന്തെന്നുള്ളത് തന്നെയാണ് ചോദ്യം. ഏതായാലും റയൽ വിജയിക്കുമെന്നാണ് CBS സ്പോർട്സിന്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ